ഹായ് മച്ചാന്മാരെ. അപ്പോൾ നമ്മുടെ അടുത്ത ട്രിപ്പ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടെ നിന്ന് മലേഷ്യയിലോട്ടാണ്. ഒരു 2 ആഴ്ച ഞാൻ അവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും യാത്ര തുടങ്ങുകയാണ്. എല്ലാവർക്കും സൈമൺസ് ലൈഫിലേക്ക് സ്വാഗതം. ബോർഡിംഗ് ആയി. മലേഷ്യൻ എയർവേസിലാണ് ബോർഡിംഗ് ആയിട്ടുണ്ട്. 12 മണിക്കാണ് ഫ്ലൈറ്റ്. മണി ഇപ്പോൾ 11:30 നമ്മൾ ഫ്ലൈറ്റിലോട്ട് പോകുന്നതാണ്. ട്രാൻഡ്ര എയർപോർട്ടിൽ നിന്നാണ്. ട്രാൻഡ്ര ടു കോലാലംപൂരാണ്. നമ്മളിപ്പോൾ ഫ്ലൈറ്റിലോട്ടാണ് പോകുന്നത്. ഇവിടേക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. മലേഷ്യൻ എയർവേസ് ഗേറ്റ് നമ്പർ 3 എന്നാണ് ഫ്ലൈറ്റ്. വലിയ തിരക്കൊന്നുമില്ല, ആൾ കുറവാണ്. അതുകൊണ്ട് തന്നെ സീറ്റിൽ നമുക്ക് ഇത്തിരി ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റും. നമുക്ക് 22C ആണ് ടിക്കറ്റ്. മലേഷ്യയിൽ ലാൻഡ് ചെയ്ത് എമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞു. നമ്മുടെ ബാഗേജ് എടുക്കാനായിട്ട് പോവാണ്. പോയി നമ്മുടെ ബാഗേജ് വന്നു എന്നുള്ളത് നോക്കാം. ബാഗേജ് എടുത്തിട്ട് അടുത്ത അവിടെ നമ്മൾ ബസ് എടുത്ത് KL ടൗണിലോട്ട് പോവാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിക്കാം. ഇവിടെ നിന്നാണ് ബസ് എടുക്കേണ്ടത്, എങ്ങനെ പോകണം എന്നൊക്കെയുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. നമ്മുടെ ഇമിഗ്രേഷൻ കുറച്ച് ലേറ്റായത് കാരണം നമ്മുടെ ലഗേജൊക്കെ അവരിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ലഗേജെല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ലഗേജ് നമ്മുടെ ലഗേജ് ഇവിടെ ഉണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല, ഒരു പൊട്ടലൊന്നുമില്ല. നമുക്കിനി ഇത് അടുത്തത് കസ്റ്റംസിലോട്ട് പോകാം. അവിടെ നിന്ന് അതിനകത്തോട്ട് ഇറങ്ങിയാണ് കസ്റ്റംസ്. അപ്പോൾ നമുക്ക് കസ്റ്റംസ് എല്ലാം കഴിഞ്ഞേച്ച് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. കസ്റ്റംസ് കഴിഞ്ഞ് നമുക്കിനി പുറത്തോട്ട് പോകണം. പുറത്തോട്ട് പോയിട്ട് ബസ് എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. ഇവിടെ എല്ലാം ടാക്സി കൗണ്ടേഴ്സാണ്. നമുക്കിവിടെ ഇതെല്ലാം ടാക്സിയാണ്. ഇവിടെ നിന്ന് പോകാനായിട്ടുള്ള ടാക്സികളാണ്. നല്ല കത്തിയാണ് ഇതെല്ലാം. ഈ ടാക്സി എല്ലാം നല്ല കത്തിയാണ്. നമുക്ക് പുറത്ത് പോയിട്ട് ബസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. പിന്നെ KL എക്സ്പ്രസ് ഉണ്ട്. 3 മിനിറ്റിൽ ട്രാൻസിറ്റ് ഉണ്ടല്ലോ, അത് 60 റിങ്കിറ്റ് എന്തോ ആണ്. നമുക്ക് KL സെൻറ്ററിൽ പോയി ഇറങ്ങാം. ഇറങ്ങിയാൽ നേരെ ഫ്രണ്ടിൽ ഇവിടെ ഒരു ബോർഡ് കാണും. ടൂർ കോച്ച്, ഡൊമസ്റ്റിക് അറൈവൽ, മീറ്റർ ടാക്സി, എയർപോർട്ട് ടാക്സി. ഇതെല്ലാം ഇവിടെയാണ്. അതിലൊന്നും കയറരുത്, അതൊക്കെ നല്ല കത്തിയാണ്. അതാണ് അറൈവൽ. അവിടെ നമ്മൾ നേരെ ഇറങ്ങിയാൽ കണ്ട് ഇവിടെ ഒരു ബോർഡ് കാണും. ഈ ബോർഡിൽ നോക്കിയാൽ അറൈവൽ ഹാൾ ഇങ്ങനെ എഴുതിയിട്ട് കണ്ട് ഈ ഒരു സംഭവം കണ്ടോ, ബസ് സ്റ്റേഷൻസ്. ഇതാണ് നമുക്ക് കോലാലംപൂർ ടൗണിലോട്ട് KL സെൻട്രലിലോട്ട് പോകാനുള്ള നോർമൽ ബസ്. നമുക്കൊരു 12-15 റിങ്കിറ്റ് എന്താണ്. അത് ഞാനിപ്പോൾ അവിടെ പോയിട്ട് എത്രയാണെന്നുള്ളത് കാണിക്കാം. അത്രയേ വരുന്നുള്ളൂ. നമ്മളിപ്പോൾ ടാക്സിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ടാക്സിക്ക് എങ്ങനെ എന്നാൽ ഒരു 80 മുതൽ 100 റിങ്കിറ്റ് വരെ മേടിക്കും. അപ്പോൾ ഈ ബസ്സാണ് ചീപ്പ്. 1-1.5 മണിക്കൂറിൽ അവിടെ എത്തും. 15 റിങ്കിറ്റ് എന്തോ ആണ്. അപ്പോൾ ഞാനിപ്പോൾ അങ്ങോട്ട് ടിക്കറ്റ് എടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഡീറ്റെയിൽ കാണിക്കാം. പിന്നെ ഇത് KL എക്സ്പ്രസ്. ഇവിടെ നിന്ന് കയറ്റിയാൽ നേരെ നമുക്ക് KL സെൻട്രൽ സെയിം ഇതും അങ്ങനെ തന്നെയാണ്. 60 റിങ്കിറ്റാണ്. ഇതൊരാൾക്ക് 60 റിങ്കിറ്റാണ് വരുന്നത്. 60-50 ആണ്, അത് കറക്റ്റായിട്ട് അറിയില്ല. ഞാൻ നേരത്തെ വന്നപ്പോൾ 60 ആയിരുന്നു. നമ്മൾ പ്രീ ബുക്ക് എന്തോ ചെയ്യുകയാണെങ്കിൽ 60 റിങ്കിറ്റേ ഉള്ളൂ. 50 റിങ്കിറ്റേ ഉള്ളൂ. അപ്പോൾ ഇതും ഒരു ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് പോകേണ്ടത് ബസ് സ്റ്റേഷൻ 2nd ഫ്ലോറിലാണ്. നമുക്ക് 2nd ഫ്ലോറിലോട്ട് പോകാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് 3rd ഫ്ലോറിലാണ്. 3rd ഫ്ലോർ അറൈവൽ ഹാൾ. 2nd ഫ്ലോറിലോട്ടാണ് പോകുന്നത്. നമുക്ക് ഈ എക്സിലേറ്റർ ഇറങ്ങാം. ഈ എക്സിലേറ്റർ ഇറങ്ങി ഇവിടെ നേരെ താഴോട്ട് പോകാം. നമ്മളിവിടെ നിന്ന് എക്സിലേറ്റർ ഇറങ്ങി വരുമ്പോൾ ഉണ്ടോ ബസ് സ്റ്റേഷൻ. ഇവിടെ തന്നെയാണ് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ നേരെ നടന്നാൽ ആ എൻഡിലാണ് ബസ് സ്റ്റേഷൻ. അതിൻ്റെ താഴത്തെ ഫ്ലോറാണ് ബസ് സ്റ്റേഷൻ. നമുക്ക് ഇതുവഴി ഇങ്ങനെ നേരെ നടന്ന് അങ്ങോട്ട് പോകാം. അതാണ് കാറിൽ വന്ന് പിക്കപ്പ് ചെയ്യുന്നവരൊക്കെ അവിടെ വന്നാണ് നമ്മൾ പിക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബസ് സ്റ്റേഷൻ്റെ അടുത്ത് എത്താറായി. ഇവിടെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ലിഫ്റ്റ് ഉണ്ട്. ഇവിടെ എക്സ്കലേറ്റർ ഉണ്ടായിരുന്നു മുമ്പ്, ഇപ്പോൾ അത് പണി നടക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ലിഫ്റ്റ് ഇറങ്ങി തന്നെ പോകണം. ഇവിടെ നിന്ന് ഈ ലിഫ്റ്റ് ഇറങ്ങി താഴെ പോയാൽ ബസ് സ്റ്റേഷനാണ്. ലിഫ്റ്റിൽ കയറിയാൽ G ആണ്. Gയിലാണ് ബസ് സ്റ്റേഷൻ. അവിടെ ടെർമിനലിൽ നിന്ന് നോക്കുമ്പോൾ 2nd ഫ്ലോർ. ഇത് Gയിലാണ് ലിഫ്റ്റിൽ പ്രസ് ചെയ്യേണ്ടത്. ഇവിടെ താണ്ട് മുൻപ് ഈ ഒരു എസ്കലേറ്റർ ഉണ്ടോ, ഇതുവഴി നമുക്ക് ഇറങ്ങി വരാം. പക്ഷേ അതിപ്പോൾ എന്തോ മെയിൻ്റെനൻസ് നടക്കുകയാണ്. നമുക്കിത് ഇവിടെ നേരെ നടന്നാൽ നേരെ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. അവിടെ നിന്ന് നമുക്ക് നേരെ പോയാൽ ടിക്കറ്റ് എടുക്കാം.
ഇവിടെ ഒരുപാട് സ്ഥലത്തുള്ള ബസ്സുകൾ ഇവിടെ കിടപ്പുണ്ട്. അതായത് ഇതെല്ലാം ഈ ബസ്സിൻ്റെ ഫുൾ ചാർട്ട് ഇവിടെ ഉണ്ട്. എത്ര മണിക്ക് എവിടത്തേക്കൊക്കെ പോകുന്നു എന്നുള്ള ബസ്സിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. ഈ കിടക്കുന്നതൊക്കെയാണ് ബസ്സുകൾ. ആ സൈഡും ഫുള്ള് ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് എത്രയാണെന്നുള്ളത് നോക്കാം. കെവിൻ, അപ്പോൾ നമുക്കിത് ഇവിടെ ടിക്കറ്റ് ഡീറ്റെയിൽസ് സോറി ഓക്കെ 15 രൂപയാണല്ലോ. 15 ടിക്കറ്റാണ്. ടിക്കറ്റ് കാർഡ് നമുക്ക് കാർഡുകളും യൂസ് ചെയ്യാം. $730 ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതാണ് നമ്മുടെ ബസ്. നമുക്ക് ലഗേജ് അകത്തോട്ട് വെച്ചിട്ട് അകത്തോട്ട് കയറാം. ലഗേജ് സ്പേസാണ്. ബസ് ഉണ്ട്, അടിപൊളിയായിരിക്കുന്നത്. 33 നമ്മുടെ സീറ്റ് നമ്പറൊന്നും ഇല്ല. നമുക്ക് എവിടെ വേണേൽ ഇരിക്കാം. തോന്നുന്നു. അപ്പം നമുക്ക് ഈ സൈഡിൽ ഇങ്ങോട്ട് ഇരിക്കാം. അത്രയേ ഉള്ളൂ. അത്ര സിമ്പിളായിട്ട് നമുക്ക് ബസ് എടുക്കാം. എല്ലാവരും ഇവിടെ വന്നാൽ ഒരുപാട് കാശ് കൊടുത്ത് ടാക്സിയൊക്കെ എടുത്ത് പോകുന്നു. നമുക്ക് ഇത്ര സിമ്പിളായിട്ട് ഇവിടെ നിന്ന് ബസ് എടുക്കാം. ഇത് തന്നെ നമുക്ക് 2 എയർപോർട്ടിൽ KLA 1 KLA 2 ഉണ്ട്. അപ്പോൾ നമുക്ക് ഏത് എയർപോർട്ടിലാണ് വരുന്നതെങ്കിലും ഈ ലോക്കൽ ബസ് എടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ KLലോട്ട് പോകുന്ന വഴിയാണ്, ഹൈവേ ആണ്. സൈഡൊക്കെ കണ്ട കോടമയൊക്കെ നിറഞ്ഞ അടിപൊളിയായിട്ട് കിടക്കുന്നത്. നല്ല കിടിലൻ ക്ലൈമറ്റാണ്. ഇപ്പോഴേ ഉള്ളത്തിരി തണുപ്പ്. ഉച്ചയാകുമ്പോൾ നല്ല കിടിലൻ ചൂടാണ് ഇവിടെ. നല്ല കോടമഞ്ഞൊക്കെ ആയിട്ട് നല്ല അടിപൊളി കാഴ്ചയൊക്കെ കണ്ട് നമുക്ക് KL ടൗൺ വരെ, KL സെൻട്രൽ വരെ പോവാം. അവിടെ അടിപൊളിയായിട്ട് ഫുള്ളിങ്ങനെ മഞ്ഞ് മൂടി കിടക്കുകയാണ്. ഇതെല്ലാം എണ്ണപ്പനകളാണ്. നമ്മുടെ പാമോയിലില്ലേ, പാമോയിൽ കൃഷിയാണ് ഇതെല്ലാം. ആ അതെല്ലാം എണ്ണപ്പനയാണ്, പാമോയിൽ കൃഷിയാണ്. ഇനി ഇവിടെ നേരെ റൂമിലോട്ടാണ് പോകുന്നത്. റഗാലിയ സൂട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചൗക്കിലാണ്. KL സെൻട്രൽ മെയിൻ പാർട്ടാണ്. അവിടെയാണ് റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. നല്ല റൂമാണ്. ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ അവിടെയാണ് താമസിച്ചത്. അപ്പോൾ അവിടെ പോയിട്ട് ഇപ്പോഴത്തെ റൂം എങ്ങനെ ഉണ്ടെന്നുള്ളതൊക്കെ ഞാൻ കാണിക്കാം. നമ്മൾ റഗാലി എത്തിയിട്ടുണ്ട്. ഇതാണ് ഹോട്ടല്. ഫ്രണ്ടിലൊരു അടിപൊളി പോണ്ട്, നല്ല കോയി ഫിഷ്. സെൽഫ് ചെക്കിനാണ്. അപ്പോൾ നമുക്ക് സെൽഫ് ചെക്കിനാണ് വരുന്നത്. അപ്പോൾ ചെക്കിൻ്റെ ഇത് ഞാൻ മൊബൈൽ തുറന്നാലേ എനിക്കറിയാനുള്ളത് നോക്കട്ടെ.